മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭകളിൽ ഒരാളാണ് ബാലചന്ദ്ര മേനോൻ. നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, എഡിറ്റർ തുടങ്ങിയ നിരവധി മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ച അദ്ദേഹം മലയാള സിനിമയുടെ ഓൾറൗണ്ടർ എന്ന വിശേഷണത്തിനും അർഹനായ വ്യക്തിയാണ്. കുടുംബ പ്രേക്ഷകരെ ഏറെ സ്വാധീനിച്ച സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ ബാലചന്ദ്ര മേനോൻ ഒരു കാലത്ത് കുടുംബ ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന ഇമേജിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. ഇപ്പോഴിതാ തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വ്യാജ വാർത്തകളെയും കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് അദ്ദേഹം. ശയ്യാവലംബിയായി കിടക്കേണ്ട രോഗമോ വേദനയോ ദൈവം എനിക്ക് തന്നിട്ടില്ല. ഒരു ബ്രേക്ക് എടുക്കാൻ ദൈവം പറഞ്ഞു, ഞാൻ അനുസരിച്ചു. ഞാൻ ആഘോഷമാക്കി എന്റെ ജോലികളിൽ മുഴുകിയ കാലമായിരുന്നു അത്. ഞാൻ തിരിച്ചു വന്നത് തന്നെ അറിയാത്തത് അറിയേണ്ടത് എന്ന പുസ്തകവുമായിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് LLB എടുത്തത്. അതിനുശേഷം ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പുസ്തകം എഴുതി. ബാലചന്ദ്ര മേനോൻ പറഞ്ഞു തുടങ്ങി. തന്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന തരത്തിൽ പല വ്യാജ വാർത്തകളും പ്രചരിച്ചിരുന്നുവെന്നും അതിനെക്കുറിച്ചും ബാലചന്ദ്ര മേനോൻ പ്രതികരിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: വാർത്തകൾ ഉണ്ടായിരുന്നു, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ അറിയാതെ പലരും എന്റെ ശവദാഹം നടത്തി വാർത്തകൾ പ്രചരിപ്പിച്ചു. അന്നത് നടത്തിയ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നതാണ് സത്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് ഉണ്ടായത് ഇന്റേണൽ ബ്ലീഡിംഗ് ആണെന്നും എന്നാൽ അതിന്റെ വിവരങ്ങൾ താൻ ആരോടും പങ്കുവച്ചിരുന്നില്ലെന്നും ബാലചന്ദ്ര മേനോൻ വ്യക്തമാക്കി. രോഗം ജീവിതത്തിലെ ഒരു പരീക്ഷണമായിരുന്നു, അത്രയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ലേക്ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന സമയത്ത് ആരെയും കാണാൻ തയ്യാറായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആളുകളുടെ പ്രതികരണം കാര്യങ്ങൾ വഷളാക്കും. സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ മൊബൈൽ ക്യാമറകളിങ്ങനെ മിന്നുകയാണ്. ഏറ്റവും വേദന തോന്നിയ കാര്യമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രോഗാവസ്ഥയിലുണ്ടായിരുന്ന തന്റെ ചിത്രങ്ങൾ ആരുടെയും കൈവശമില്ലെന്നും ഓരോ ഘട്ടവും താൻ തന്നെ ഫോട്ടോയെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. ആർക്കും നല്ലതൊന്നും ചെയ്യണ്ട, പക്ഷെ ഉപദ്രവമാകരുത്. അതാണ് എന്റെ ജീവിത പ്രമാണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.